ഉസ്മാന്റെ കുക്കറല്ലേ തുടങ്ങിയില്ല ഈ പൊലാടി മാറി ക്യാമറമാൻ കിട്ടുന്നുണ്ടാ അല്ലെങ്കിൽ കുറഞ്ഞ തീർക്ക് സിനിമ എന്തെങ്കിലും അസിസ്റ്റന്മാരല്ല താങ്കൾക്ക് എന്താണ് ആദ്യം വേണ്ടത്? മുളക് പൊടി. എത്ര ഒരു ഗ്ലാസ് മുളക് പൊടി? ഇത് നോക്കും, ഇതാണ് മാങ്ങ. അതായത് സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത മാങ്ങ, അതായത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത മാങ്ങ. 1 കിലോ ഇൻഗ്രീഡിയൻസ് ആണ് മുളക് പൊടി. ഞാൻ ജിനോക്കി മാറ്റിയോ മാങ്ങ കുറവാണ്. അതാ പാത്രം കഴുകുന്നതിനാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് നമ്മുടെ സോപ്പ് തേക്കുന്ന പിന്നെ ഇതാണ് നമ്മുടെ ആധുനികമായ ഷെഫ്, വയറിളക്കുള്ള ഷെഫാണ്. താജ് ഹോട്ടലിൽ ഇതിന്റെ മാത്രമേ കറക്കി കൂട്ടൂ. ഇത് ഞാൻ 22 രൂപ കൊടുത്ത് വാങ്ങിച്ച മുളക് പൊടി. ഞാൻ അമ്പാടി. ഒരു പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ പകുതി ഗ്ലാസ് ആയിട്ടുണ്ട്. സെക്യൂരിറ്റി വേണ്ട. ഒരു പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ പകുതി ഗ്ലാസ് മുളക് പൊടി ആയിട്ടുണ്ട്. 100 രൂപ മതി. കുറച്ച് കൂടുതൽ. എന്ത് കൂടുതൽ? ഒരു ഗ്ലാസ് മുളക് പൊടി എടുത്തിരിക്കുകയാണ്. കിലോ മാങ്ങയിലേക്ക് ഏകദേശം 100-125 ഗ്രാം മുളക് പൊടിയാണ് നമ്മുടെ പിള്ളേർ ഇട്ടിരിക്കുന്നത്. റെസിപ്പി കുക്ക് പറയുന്നുണ്ടെങ്കിലും നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഒരു ഗ്ലാസ് മുളക് പൊടി മിക്സ് ആയിരിക്കുകയാണ്. ക്യാമറമാൻ അറ്റത്ത് നിന്ന് ഇത് വെളിച്ചെണ്ണ വയ്ക്കുന്നവർക്ക് ഞാനും അജീഷൂടെ കാപ്പൂൽ പോയിട്ട് മേടിച്ചതാണ് വെളിച്ചെണ്ണ. ഒരു ഗ്ലാസ് വെളിച്ചെണ്ണ എടുത്തിരിക്കുകയാണ്. അതായത് 200 വെളിച്ചെണ്ണ വരും ഒരു കടിക്കും. ഒരു ഗ്ലാസ് ചേർത്തു. ഉള്ളിലേക്ക് 1 kg മാംഗോ, അതിലോട്ട് 1 ഗ്ലാസ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിരിക്കുകയാണ്. പിന്നെ നന്നായി ഇളക്കുന്നുണ്ട്. അതായത് ഈ റെസിപ്പിയുടെ അടുത്ത ചേരുവ എന്താണ് നമ്മൾ കുക്കിനോട് ചോദിക്കാം. എന്താണ് കുക്ക്? അതിന്റെ അടുത്തായി അതാ ശരി നമ്മുടെ കുക്ക് കറിയുകയാണോ ശരിയാണോ എന്നറിയില്ല. ആ എക്സ്പ്രഷൻ ഇഷ്ടപ്പെട്ടു. സൂപ്പർ ജാക്ക് റം. ഇതാ ഒരു ഗ്ലാസ് ഇത് ജിനാൻ അയക്കാനായിട്ട് നമ്മുടെ അതിലേക്ക് എന്റെ 1 കിലോ മാങ്ങ പോയി. അടുത്തത് പഞ്ചസാരയാണ് ഗ്ലാസ്സിലേക്ക് പകർന്നു കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ വരാം. തൽക്കാലം ഈ മൈക്ക് ഞാൻ നമ്മുടെ പരമുവിന് കൈമാറണം. പരമു കുക്ക് പറയുന്ന അത്ര ഇട്ടോ? 1 ഗ്ലാസ് ആണോ പറഞ്ഞിരിക്കുന്നത്? ഈ പഞ്ചസാര സ്പോൺസർ ചെയ്തിരിക്കുന്ന കാസർഗോഡ് നിന്ന് വന്ന റോസൻ എന്ന വ്യക്തിയാണ്. ക്യാമറ ബാക്കോട്ട് പോട്ടെ. ഒളിച്ചിരിക്കുന്ന കൂടിയാണ് റോസൻ. പാട്ടത്തിലേക്ക് കാണിക്കും. പഞ്ചസാര ഇട്ടിരിക്കുകയാണ്. പഞ്ചസാര ഇട്ടത് ഇപ്പോൾ അതിന്റെ അവസ്ഥ നല്ല വിനാഗിരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും മുളക് പൊടിയും മാങ്ങയും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വൃത്തികെട്ട ഒരു മണം വരുന്നുണ്ട്. പിന്നീട് ഈ റെസിപ്പിയുടെ അടുത്ത
സാധനം നോക്കണ നോക്ക് ഇങ്ങനെ നോക്ക് അച്ചാർ നോക്ക്. അല്ല ആ മണം അടിച്ചിട്ടുള്ള എക്സ്പ്രഷൻ. അതായത് ഈ അച്ചാറിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഗംഗ അയോഡൈസ്ഡ് സാൾട്ട്. 1 ഗ്ലാസ് ഉപ്പാണ് നമ്മുടെ കുക്കിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ഈ അച്ചാറിന്റെ ഏറ്റവും നല്ല മേന്മയും. 1 ഗ്ലാസ് ഉപ്പ്. ആ പഞ്ചസാര മൊത്തം നീക്കം ചെയ്തില്ല. ഏറ്റവും സംശയം ഉണ്ടെങ്കിൽ ഉപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അയോഡൈസ്ഡ് സാൾട്ട് ആണ്. ടെസ്റ്റർ ജിനോ ഉപ്പിന്റെ പരിശുദ്ധി നോക്കിയാണ്. എങ്ങനെയുണ്ട് ജിനോ? ഉപ്പന്നല്ലേ? ശരി. ഈ ഗ്ലാസ്സിലേക്കാണ് നമ്മൾ ഉപ്പ് വരാൻ പോകുന്നത്. സെയിം ഗ്ലാസ്സിലേക്ക്. അതായത് ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി പറയാം. ഈ ഗ്ലാസ് 1 ഗ്ലാസ് മുളക് പൊടി, 1 ഗ്ലാസ് വെളിച്ചെണ്ണ, 1 ഗ്ലാസ് വിനെഗർ, 1 ഗ്ലാസ് ഇനി പിന്നെ എന്തെങ്കിലും പഞ്ചസാര, മുളക് പൊടി, പഞ്ചസാര എല്ലാം ഓരോ ഗ്ലാസ്. അതുപോലെ ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഉപ്പും പകരുകയാണ്. ശ്രദ്ധിക്കൂ, പ്രേക്ഷകർ ശ്രദ്ധിക്കൂ. ഇതെന്ത് മാജിക് ഷോ? ഇട്ടോ എന്താ ഉപ്പ് കാണിക്ക്. ഈ ഉപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞാനാണ് ഉപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ശരിക്കും നല്ല ഉപ്പ് മാത്രം കുക്കിന് അതിനകത്ത് വീഴണം. ഒരു ഗ്ലാസ് ഉപ്പ് ഇട്ടില്ലെങ്കിലാണ് കുക്കിനെ കൂടി അതാണ് പഠിച്ചത്. പ്രധാനമായിട്ട് ഉപ്പിട്ടു. നമ്മുടെ സുന്ദരൻ പ്രധാനമായിട്ട് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ പഠിച്ചു മിസ്റ്റർ കുക്ക്. അങ്ങനെ നമ്മുടെ 1 കിലോ മാങ്ങ എടുത്തിരിക്കുകയാണ്. 1 കിലോ മാങ്ങ ആർത്തി പാടില്ലാത്തരും. ഇപ്പോൾ ഇത് ഏകദേശ രീതിയിലുള്ള ഒരു ഗ്ലാസ് ചില്ലി പൗഡർ എടുത്തു. 1 ഗ്ലാസ് ചില്ലി പൗഡർ 1 ഗ്ലാസ് കോക്കനട്ട് ഒഴിച്ചു. 1 ഗ്ലാസ് ടെസ്റ്റർ ആരോപിക്കേണ്ട ടെസ്റ്റർ ആഡ് ചെയ്തു. അതും എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം അതിലോട്ട് 1 ഗ്ലാസ് ഉപ്പ്. അതാണ് നിങ്ങൾ അച്ചാർ റെഡിയായോ? 1 ഗ്ലാസ് ഉപ്പാണ് അതിലോട്ട് ചേർത്തിരിക്കുന്നത്. ഉപ്പ് ഇച്ചിരി കുറവാന്ന് തോന്നുന്നു. വടിച്ചിട്ടോ? എല്ലാം കൂടി ചേർത്തില്ല. ഇവിടെ ഒരു മിശ്രിതം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അച്ചാർ എന്ന് പറയുന്ന മിശ്രിതം. അച്ചാർ എന്നാണ് പറയുന്നത്. നാടൻ പിക്കിൾ. അങ്ങനെ നമ്മുടെ ഓടിപ്പോയിട്ട് വെള്ളം പിടിച്ചേ. ഞാൻ ലാസ്റ്റ് ടെസ്റ്റ് ചെയ്തോളാം. എല്ലാ റിയാക്ഷൻ കഴിഞ്ഞ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മുടെ കുക്ക് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ കുക്ക് അതാ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. 2 പീസ് ഒന്നാക്കി എടുത്തിരിക്കുകയാണ്. കമോൺ കുറവുണ്ടല്ലോ, മിക്സ് ആയിട്ടില്ല. അച്ചാറിന്റെ റിയാക്ഷൻ ക്യാമറ അടുത്തേക്ക് വരും. അച്ചാർ തിന്ന നമ്മുടെ ക്യാമറ ഒന്ന് നമ്മുടെ കുക്കിനോട്ട് ഒന്ന് ഫോക്കസ് ചെയ്യും. കുക്കിന്റെ അടുത്തോട്ട് ഒന്ന് ഫോക്കസ് ചെയ്യും. ഇങ്ങോട്ട് നോക്കും. നമ്മുടെ രാഹുൽ മുദ്ര പേപ്പറും പിടിച്ചാണ് വരുന്നത്. പറഞ്ഞോളൂ രാഹുൽ. ഇതാണ് മാങ്ങാച്ചാർ മാങ്ങ 1 കിലോ, പഞ്ചസാര 1 ഗ്ലാസ്. അതെ, ഇതിലെ 1 ഗ്ലാസ്സാണ് പഞ്ചസാര. വിനാഗിരി ഇതേ സെയിം ഗ്ലാസ്. വെളിച്ചെണ്ണ വീണ്ടും 1 ഗ്ലാസ്. മുളക് പൊടി 1 ഗ്ലാസ്. ഇത്രയും നമുക്ക് നമ്മുടെ കുക്കിന് എന്തെങ്കിലും നമ്മുടെ ബില്ല് എത്രയാണ് കുക്കിനോട് പറ. അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ
അടുത്ത നമ്മുടെ പരിപാടി കുക്കിനെ കുഞ്ചിരുത്തൽ പരിപാടി. ഒരു ഗ്ലാസ് ഉപ്പ് തന്നെയാണ്. ഇതിന് നമ്മുടെ കുക്ക് ഒരു സമ്മതത്തിലേക്ക് തന്നിട്ടുണ്ട്. ഈ പരിപാടിയിൽ വിജയം കൈവരിക്കില്ല എങ്കിൽ അതായത് മാങ്ങ 60 രൂപ, ഓട്ടോക്കാറ്റ് 15 രൂപ, ഉപ്പ് 8 രൂപ, മുളക് പൊടി 21 രൂപ, വിനാഗിരി 20 രൂപ, പിന്നെ വെളിച്ചെണ്ണ അത് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ഇപ്പോൾ ഏകദേശം ഒരു 130 രൂപയോളം. വൃത്തികെട്ട ഉപ്പുചാർ തിന്നാൻ ഞങ്ങൾ മുദ്രപത്രം ഈ പരിപാടി ഇത് വേഗം നന്നാക്കാവുന്നതാണ്. അങ്ങനെയല്ലോ കുറച്ച് പഞ്ചസാര തന്നെയും. കാരണം ഉപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം. ഉപ്പൊന്നും ഒരു രക്ഷയില്ല. ഞാൻ പഞ്ചസാര കുറച്ചിട്ടാണ് പറഞ്ഞു. പഞ്ചസാര കൂട്ടാണല്ലോ പറഞ്ഞേ. പഞ്ചസാര കുറച്ച് വേണം. കൂട്ടാണോ പറഞ്ഞത്? അല്ല നീ പറഞ്ഞപ്പോ എങ്ങനെ പല വട്ടം നിന്നോട് പറഞ്ഞു കേട്ടാ? ഇല്ലല്ലോ. നീ പറയാ പുള്ള കഴിക്കാനുള്ള പുള്ള കഴിക്കാനുള്ള കേട്ടാ? എന്നിട്ട് നീ എളുപ്പം എളുപ്പം മേലെ അപ്പാ നിൽക്കുന്നത് മനസ്സിലായോ? അതല്ലോ ഞാൻ വെച്ചോണ്ട. ബാത്റൂമിലേക്ക് ബാത്റൂമിലേക്ക് ചുമ്മാ അത് കാര്യം. അത് മൊത്തം കഴിക്കണം, പൈസ വേണ്ട. കണക്കെഴുതിക്കോ എഴുതിക്കോ. ആദ്യം 60 രൂപ മാങ്ങ 1 കിലോ. മാങ്ങയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് 60 രൂപ. 15 രൂപ ഉള്ളിയാർ പോലെ പോയി മാങ്ങ വാങ്ങിച്ചെണ്ണ 75. 20 രൂപ വെളിച്ചെണ്ണ 75 20 95. മുളക് പൊടി 21 രൂപ. 95 21 116. ഉപ്പ് 8 രൂപ. 116 വെട്ടും 124. ഇല്ല 20 രൂപ. വിനെഗർ 20 രൂപ. 144. പിന്നെ ഞങ്ങൾക്ക് പഞ്ചസാര 8 രൂപ. 8 രൂപ. 144 വെട്ടും 152 രൂപ. 152 രൂപയാണ് ഈ കൂതറ അച്ചാറുണ്ടാക്കാൻ ഞങ്ങൾക്ക് ചെലവായിരിക്കുന്നത്. ഞങ്ങളുടെ എനിക്ക് ജിനോയിന് എക്സ്പ്രസ് ബസ്സില് വീട്ടിൽ പോയി 5 കിലോ അച്ചാർ എടുത്തുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് 1 മാസം കഴിക്കാമായിരുന്നു. ഈ കൂതറ മോന എക്സ്പ്രസ് ട്രെയിനിൽ പോയി ഇതിന് ആര് സമാധാനം പറയും? ഇതിന് ആര് സമാധാനം പറയും? ഇത്ര നല്ല അച്ചാർ വയ്ക്കുന്നത് നിങ്ങൾ എന്ത് കുക്കിന് ഞങ്ങളൊരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. ഈ അച്ചാർ മാത്രം മൊത്തം ഇപ്പോൾ ഒരു അരമണിക്കൂറിൽ നിന്ന് കാലിയാക്കുകയാണെങ്കിൽ 150 രൂപ ഞങ്ങൾക്ക് തരണ്ട. അഭിപ്രായം എന്താണ്? ചിലവല്ല. കുക്ക് തന്നെ പഞ്ചസാര. പിന്നെ കുക്കിനോട് ഒരു കാര്യം ചോദിക്കാൻ അല്ല പറഞ്ഞോ എന്തെങ്കിലും കുറച്ച് ഒന്നും വേണ്ട. ഇന്ന് കഴിച്ചാൽ മതി. ഇന്ന് കഴിക്കാൻ പറ്റുമോ? പറ്റോ? നമ്മൾ സാധാരണ 4 വർഷമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ. 4 വർഷമായി. ഇത് അടുത്ത് സൂം ചെയ്തെടുക്കാണ്. എടുത്തോ